ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഉത്രാടത്തിൻ്റെയും ഓണത്തിൻ്റെ അന്നത്തെയും കൂടെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടത്. ഇതിൽ കുറേ ക്ലീനിങ്, വെജിറ്റബിൾ കട്ടിങ്, പിന്നെ കടയിൽ പോകണം, അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ടാവും കേട്ടോ. കുറേ പണിയുള്ള ദിവസമാണ് നിന്ന്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ഗായ്സ്, അപ്പം നമുക്കിതൊക്കെ വൃത്തിയാക്കാം. ഇത് നിറച്ച് പൊടിയാണ്. ഞാൻ ഒരു മാസമായി, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് ആഴ്ചയിൽ ഇത് പൊടി തുടച്ചാൽ ഇത് വൃത്തിയാകുള്ളൂ. പക്ഷെ ഇപ്പം ഇത് ഒരു മാസമായി. സോ നമുക്കിത് വൃത്തിയാക്കാം. പൊടിയൊക്കെ തൂത്തിയാൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ എടുത്ത് കഴുകിയിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ കാണുന്നുണ്ടോന്ന് നോക്കണം. ഓക്കെ, കുറേയൊക്കെ എടുത്ത് ഞാൻ കഴുകി, കാരണം അത്രയും പൊടി ആയതുകൊണ്ട് ഇത് പോണില്ല. അപ്പോൾ ഇതിനെ ഒതുക്കി വെക്കാം. ഓക്കെ, എൻ്റെ നൈറ്റ് ഡ്രസ്സ് ഇങ്ങനെ ഉണ്ട് ഗൈസ്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഞാൻ ഇടാം, ഷോർട്ട് വീഡിയോ. ഇതൊരു പൈജാമ, ഒരു ഷോർട്സ് പാൻ്റ് അല്ല, ഷോർട്സ് ആണ്. ഒരു കോഡ് സെറ്റ് ആണ്. നൈറ്റ് വെയർ നല്ല ഡ്രസ്സ് ഉണ്ടല്ലോ, സ്കൈ ബ്ലൂ. ഇതിൻ്റെ പല കളറില പല ഡിസൈനിലുള്ള കിട്ടും. ഒരു പച്ച ഉണ്ടാവൊക്കെയാണോ, അതെനിക്ക് നല്ല ഇഷ്ടമായി. എന്നോട് ഇഷ്ടമായോ? ഓക്കെ, അപ്പം നമുക്കിത് ഒതുക്കാം. ഇതിൻ്റെ ഈ സാധനം അലക്കാൻ കൊടുത്തേക്കണട്ടെ. ഇതിനൊരു സ്കാർഫ് ഉണ്ടായിരുന്നു, അത് അലക്കാൻ വെച്ചേക്കണേന്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഇന്നലെ തൃപ്പൂണിത്തുറ പോയപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു. ഇന്ന് ഓണത്തിൻ്റെ തലേദിവസമാണ്. അപ്പോൾ ഇതിൻ്റെ തലേദിവസം തൃപ്പൂണിത്തുറ പോയപ്പോൾ കുറച്ച് ഓണത്തിന് വേണ്ട കുറച്ച് സാധനങ്ങൾ മേടിച്ചു. അപ്പോൾ അവിടെ ഞാൻ എപ്പോഴും നെയിൽ പോളിഷ് മേടിക്കുന്ന കടയിൽ ഗൈസ്. അപ്പോൾ അവിടെ കയറിയിട്ട് കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് കാണിച്ചു തരാം. അപ്പോൾ ഒരു സ്റ്റേഷനറി ഹോളാണ്. അപ്പം ഇത് പണ്ട് ഈ എന്നെ കാണുന്നുണ്ടോ? കണ്ടല്ലേ? ഓക്കെ, ഇത് പണ്ട് ഈ വഴിയിലൊക്കെ റോഡ് സൈഡിലൊക്കെ കിട്ടുമായിരുന്നു. 60 രൂപയുള്ളൂ. അപ്പോൾ ഈ ഒരു ബ്രഷ് മേടിച്ചിട്ടോ. ഈ ബ്രഷ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ളത് ഉണ്ടായിരുന്നു. പക്ഷെ അതിനാണ് കൂടുതലും ഈ ബ്രഷിൻ്റെ ഇതുള്ളത്. ഇത് ഇച്ചിരി അകന്നുള്ളത്, അത് മേടിച്ചാൽ മതിയായിരുന്നു. പിന്നെ ഇതിൽ ഇത് പെഡിക്യൂർ ചെയ്യണം ബ്രഷാണ് കേട്ടോ. അപ്പോൾ ഇതിനോട് സ്റ്റോണും അങ്ങനത്തെ കുറേ സാധനമൊക്കെ ഉണ്ട്. 4 സാധനമുണ്ട്. മറ്റത് മതിയായിരുന്നു എനിക്ക്, പക്ഷെ ഞാൻ ഇത് മേടിച്ചു. ഇതിന് 60 രൂപയുള്ളൂ കേട്ടോ. ഈ പച്ച തന്നെ, ഇത് വേറെ കളർ ഉണ്ടായിരുന്നില്ല, പച്ച തന്നെ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. സോ ഇതൊരെണ്ണം മേടിച്ചു. പിന്നെ ഇത് ഫേഷ്യൽ റേസറാണ്. ഇത് മാസം എപ്പോഴും എനിക്ക് ആവശ്യമുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് ഇത് എപ്പോഴും മേടിക്കും. ഇതിന് 40 രൂപ. ഓക്കെ, ഇത് നല്ലതാണ് കേട്ടോ. മൂർച്ച ഉണ്ടാകുന്ന നോക്കട്ടെ. പലതിനും പല മൂർച്ചയെന്ന് തോന്നുന്നത്, പലതും പല ബ്രാൻഡ്, പക്ഷെ കളറ് ഇത് തന്നെ ആയിരിക്കും. ഇതാണ് ഫേസ് ഷേവ് ചെയ്യാനായിട്ട് നല്ല ഈസിയാണിത്. ഇത് കുറേ ഒരു 5-6 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാം. വേറൊരു ടൈപ്പ് ഉണ്ട്, ഒരു പടമുള്ളത്, അത് കൊള്ളില്ല. ഇതാണ് എനിക്കിഷ്ടം. സോ ഇത് മേടിച്ചു. 40 രൂപ കേട്ടോ ഇതിന്. മറ്റതിന് 60 രൂപ. നെക്സ്റ്റ് മേടിച്ചത് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഇത് നോസ് പോർ ക്ലെൻസിങ് സ്ട്രിപ്പാണ്. നോസ് സ്ട്രിപ്പാണ്. ഈ ബ്രാൻഡിന് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ വേറൊരു മേരി ജോക്കെയോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ബ്രാൻഡുണ്ട്. 10-15 രൂപ ഉണ്ടായുള്ളൂ അതിന്. അത് നല്ലോണം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ അത് റിമൂവ് ചെയ്തിട്ട്. ഇതെനിക്കറിയില്ല, ഇത് ഞാൻ യൂസ് ചെയ്തില്ല. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഇന്ന് ഞാൻ യൂസ് ചെയ്യും. ഇത് ഞാൻ ഇവിടെയൊക്കെ വെക്കാനാണ് മേടിച്ചത്. നോസ് സ്ട്രിപ്പാണ്, പക്ഷേ നോസിലല്ലാണ്ട് അവിടെ വെച്ചാലും വരുന്ന തോന്നണേ. സോ നോസിൽ വെച്ചാൽ നല്ലോണം വരും. നല്ല ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് മേടിച്ചിട്ട് വെച്ചാൽ മതി കേട്ടോ എല്ലാവരും. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുമ്പോൾ കാണിച്ചിട്ടാട്ടോ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന്. ഇതിന് 19 രൂപയുള്ളൂ കേട്ടോ. മറ്റേ ഇതിൻ്റെ ഇൻഡിവിജ്വലായിട്ട് കിട്ടും. ഇതൊരു ചെറിയൊരു പാക്കറ്റിലാണ് ഉള്ളത്, ഒരു ബോക്സിൽ. പക്ഷെ അത് മേടിക്കണ ലാഭം തോന്നണം. അതിന് 199 ആണെന്ന് തോന്നുന്നു. ഞാൻ കണ്ടത് അതാണെന്നോ തോന്നണം. പക്ഷെ ഞാൻ 5 എണ്ണം മേടിച്ചത് ഇൻഡിവിജ്വലായിട്ട്. അങ്ങനെ മേടിക്കണം നല്ലതെന്ന് തോന്നുന്നു. സോ ഇതൊരെണ്ണം മേടിച്ചു. ഇത് വിറ്റമിൻ സി. ഇതെന്തോ ഓറഞ്ച് കളർ, പക്ഷേ ഇതിൻ്റെ ബ്ലാക്ക് കളറിന് ചാർക്കോളാർന്ന്. മറ്റേ പറഞ്ഞ മേരി ജോക്കെ അങ്ങനെ എന്തോ ഒരു ബ്രാൻഡ്, അത് ചാർക്കോളാണ്. അത് നല്ലതാണ്. ഇതെന്തോ ഓറഞ്ചിൻ്റെ. സോ നമുക്ക് ട്രൈ ചെയ്തിട്ട് ഞാൻ പറയാം കൊള്ളൂല്ലെന്ന് പറയാം കേട്ടോ. ഇത് ഏത് ബ്രാൻഡിൻ്റെയാണ്? ഡോക്ടർ സസാക്കി കംപ്ലീറ്റ് സ്കിൻ കെയർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സോ ഇത് ട്രൈ ചെയ്തിട്ട് പറയാം.
ആക്ച്വലി ഇതൊക്കെ റീസ്റ്റോക്ക് ചെയ്ത സാധനമാണ്. ഇതൊക്കെ എൻ്റെ ഇത് സാധാരണ മറ്റേ ഞാൻ പറയില്ല, എനിക്ക് ഈ ഫേസ് വാഷാണ് ഇഷ്ടം. ഇത് നല്ലോണം പതിയത് ഇച്ചിരി എടുത്താൽ തന്നെ നല്ലോണം പതിയും. നമുക്കൊരു ഫേസ് കഴുകുമ്പോൾ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണമല്ലോ ഫേസ് ക്ലീൻ ആയിരുന്നു. അപ്പോൾ ഇത് നല്ലോണം അത് തരും, നല്ലോണം ക്ലീൻ ചെയ്യുകയും ചെയ്യും, നല്ലോണം പതയും. ഇച്ചിരി എടുത്താൽ മതി. ഇത് കുറേ നാൾ നിൽക്കും. ഇതിന് 98 റുപ്പീസ് ആട്ടോ പോൺസിൻ്റെ. ഇതിൻ്റെ വേറൊരു പാക്കേജിങ് ആയിരുന്നു നേരത്തെ. ഓക്കെ, അപ്പോൾ ഇതൊരെണ്ണം മേടിച്ചു. 3 സൈസിലുണ്ട്. ഇതിൻ്റെ ചെറുതുണ്ട് കേട്ടോ, ഇനി ഇതിൻ്റെ വലുതുണ്ട്. ഓക്കെ, ഞാൻ ഒരു മീഡിയം സൈസിലാണ് മേടിച്ചത്. ഇനി 98 രൂപ കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്, ഇച്ചിരി കൂടെ ഒച്ചത്തിൽ പറയാം. നെക്സ്റ്റ് ഇതൊരു ബിന്ദിയാണ് കേട്ടോ, പല കളറിലാണ്. ഇത് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ സാരി അങ്ങനത്തെ ഉടുപ്പൊക്കെ പല കളറ് നമുക്ക് മാച്ചായിട്ട് ഇടാം. സാധാരണ നോർമൽ ബിന്ദി. ഇതിന് എത്രയെന്ന് എനിക്കറിയില്ല, 10 രൂപ ആയിരിക്കും. നെക്സ്റ്റ് ഞാൻ മേടിച്ചത് പിന്നെ ഒരു പല്ല് തേക്കണ ബ്രഷ് മേടിച്ചിട്ട്. എൻ്റെ പല്ല് തേക്കണ ബ്രഷ് ചീത്തയായി, അപ്പോൾ ഒരു ബ്രഷ് മേടിച്ചു. അത് ഞാനിന്ന് പല്ല് വെച്ചിട്ട് കണ്ട. ഓണത്തിനെല്ലാം പുതിയത് യൂസ് ചെയ്യണമെന്നാണ്. സോ അല്ല, ഞാനത് ചീത്ത ചെയ്തുകൊണ്ടാണ് മേടിച്ചത്. ഞാനായിട്ടൊക്കെ ഉടുപ്പുണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ് മീഷോയിൽ നിന്ന് മേടിച്ചാട്ടോ, നല്ല രസമുണ്ട്. സോ ഇത് ഞാൻ ചുമ്മാ കണ്ടപ്പോൾ മേടിച്ചാണ്. സെക്കൻഡ് സ്റ്റഡ് ആയിട്ട് ഇടാം. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം തീരെ പൊടിയാം. നോക്കട്ടെ, ഫോക്കസ് ചെയ്യും. ഇതിന് 3 സ്റ്റാറാണ് കേട്ടോ. അപ്പോൾ ഈ കമ്മൽ ഇതിൽ തന്നെ ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അല്ല, എനിക്ക് കാണാൻ പറ്റില്ല പിന്നെ നോക്കിയാൽ. സോ അതിൽ തന്നെ ഇട്ടു. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്താ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതിൽ ഞാൻ മേടിച്ച സാധനം മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റി വെക്കാം. ഇനി അടുത്തത് മേടിച്ചത് ഇത് തൃപ്പൂണിത്തുറയിൽ നിന്ന് റോഡ് സൈഡിൽ നിന്ന് മേടിച്ചാട്ടോ, വീട്ടിൽ ഇടുന്ന ഉടുപ്പ്. ആക്ച്വലി എനിക്കൊന്നും ആവശ്യമില്ലെങ്കിലും ഏത് കടയിൽ കയറിയാലും എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഞാൻ മേടിക്കും കേട്ടോ. എനിക്ക് ആവശ്യമില്ലെങ്കിൽ പോയി ഞാൻ മേടിക്കും. ഓക്കെ, ഇതൊരു നിക്കർ, ഇതൊരു ഷോർട്സ് ആണ്. ഇത് വീട്ടിലിടാനാണ് കേട്ടോ. പിന്നെ ഒരു നോർമൽ പാൻറ്റാണ്, പോക്കറ്റുള്ളത്, വീട്ടിലിടാനാണ്. ടടേങ്. എനിക്ക് കളർഫുൾ സാധനമാണ് ഇഷ്ടം ഗൈസ്. ഇതൊരു റാപ്പ് മെഡിയാണ്. എനിക്കങ്ങനെ ഇങ്ങനെ റാപ്പ് ചെയ്ത് ഇങ്ങനെ കെട്ടണമെന്നില്ല, അതെനിക്ക് ഇഷ്ടമല്ല. ഈ വള്ളി കണ്ടപ്പോൾ ഞാനിത് അതാന്നാ വിചാരിച്ചത്. പക്ഷെ ഇത് അലാസ്റ്റിക്കിൻ്റെ കേട്ടോ. എന്നിട്ട് കെട്ടണത് ഭയങ്കര ബോറ് പരിപാടിയാണ്. ഈ കളറൊക്കെ കണ്ടപ്പോഴേ ഞാൻ ചാടി തീർത്തു. കണ്ട സ്കേർട്ട് ഞാൻ ആക്ച്വലി വീട്ടിൽ ഞാൻ സ്കേർട്ട് ഇടാറില്ല കേട്ടോ. കുഞ്ഞിലൊക്കെ സ്കേർട്ട് ഇടാം. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാണെങ്കിൽ ഫുള്ളും ഇല്ല. ഫുള്ളുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ ഇട്ടിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതൊരു മുക്കാലുള്ളൂ കേട്ടോ, മുട്ടിൻ്റെ അടി വരെ ഉണ്ടാവും. സോ ഇതാണ് മേടിച്ചത്. ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് കളർഫുള്ളായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടം. പച്ച, ഓറഞ്ച്, മഞ്ഞ, ചുവപ്പ് അങ്ങനത്തെയൊക്കെ. നെക്സ്റ്റ് നോക്കൂ, ഇത് ആക്ച്വലി അപ്പൂപ്പന്മാരുടെ നിക്കർ പോലെ ഉണ്ടോ, അങ്ങനെ എന്നോട് പറഞ്ഞു. ഇതൊരു ഷോർട്ട്സാണ് കേട്ടോ. തണ്ണിമത്തൻ, വാട്ടർമെലന് നല്ല ഡ്രസ്സുണ്ട്. ആക്ച്വലി ഇത് കോഡ് സെറ്റ് ആണെങ്കിൽ ഇതിൻ്റെ തന്നെ ഷർട്ടോ ടീഷർട്ടോ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരുന്നേനെ. പക്ഷെ ഇത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഞാൻ ടീഷർട്ട് നോക്കിയപ്പോൾ കിട്ടിയില്ല. ഇതിൽ പോക്കറ്റൊക്കെ ഉണ്ട്. ഇതിന് ആ സ്കേർട്ടിന് 200, ഇതിന് 150. 2 സൈഡിൽ പോക്കറ്റൊക്കെ ഉണ്ട്. ഇത് അത്യാവശ്യം ഇറക്കമുണ്ട്. ഞാൻ ഈ മീഷോയിൽ നിന്ന് മേടിച്ച ഈ കോഡ് സെറ്റിന് ഷോർട്സിന് ഒട്ടും ഇറക്കൂല കേട്ടോ. ചെറിയ ഷോർട്സ്, പക്ഷേ ഇത് അതിലും വലുതാണ്. ഇത് നോർമൽ അങ്ങനെ നല്ല ഡ്രസ്സാണ് കേട്ടോ. ഇത് ഗിങ്കം പ്രിന്റിൽ വാട്ടർമെലൻ നല്ല ഡ്രസ്സാണ്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതിന് മാച്ച് ചെയ്യണ തന്നെ കോഡ് സെറ്റായിട്ട് വന്നിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു. സോ പിന്നെ ഒരു ടീഷർട്ടാണ് കേട്ടോ. ഇതും 150 ആണെന്ന് തോന്നുന്നു. കണ്ടോ, ഇത് മറ്റേ ടോമാജെറിയിലെ കുഞ്ഞ് ടോമാജെറീനെ ജെറീനെ അന്നോയ് ചെയ്യണ ജെറിയുടെ ഒരു കുഞ്ഞാണോ അത്? ജെറിയുടെ ആരോ അത് കസിൻ, അങ്ങനെ ആരോ ഉണ്ട് കേട്ടോ. സോ ഇതൊക്കെയാണ് ഓണം പർച്ചേസസ്. വീട്ടിലിടാനാട്ടോ. ഓണത്തിന് വീട്ടിലിടാം. നിങ്ങൾ എങ്ങനെ ഓണത്തിന് വീട്ടിലിടാൻ പുതിയ ഉടുപ്പെടുക്കും? അങ്ങനെയാണ്, പുതിയതിടണം എന്നാണ്. ഓക്കെ, ഞാൻ ചന്ദനം തൊട്ട് കഴിച്ചു. ഇന്ന് ഓണമല്ലേ, ഇതല്ല നാളെയാണ് ഓണം. അവിടെ ചന്ദനം തൊട്ടു, ഒരു പൊട്ടം തൊട്ടു. ഇച്ചിരി വൃത്തിക്ക് മെനക്കൊരുക്കാന്ന് വിചാരിച്ചു. നല്ല മഴ പെയ്തിട്ട് ഇങ്ങനെ ഇടവിട്ട് ഭയങ്കര മഴ.
എന്നെ കണ്ടിട്ട് എന്തെങ്കിലും പോലെ തോന്നുന്നുണ്ട്. എൻ്റെ മുടി ഉണ്ടല്ലോ അതെ, ഇത് നോക്കി എൻ്റെ മുടി ഇത്ര ഉള്ളൂ കേട്ടോ. ഞാൻ ഈ വലിച്ചുള്ള മുടി മൊത്തം പോയിരിക്കത്. ഇത് ഇവിടെ ഇച്ചിരി ഇത്രയേ ഉള്ളൂ. ഞാൻ സ്മൂത്തനിങ് ചെയ്യണം, സ്ട്രൈറ്റനിങ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ഇത് ഇപ്പം തന്നെ ഇത്ര ഉള്ളൂ. ഇനി വടി പോലെ ഇവിടെ കിടക്കുമ്പോൾ ഒട്ടുണ്ടായില്ല, മുട്ടത്തല പോലെ ഇരിക്കും. സോ ഞാൻ എൻ്റെ പൊട്ടൊക്കെ തൊട്ടു കണ്ടോ സുന്ദരിയായി. അപ്പോഴത്തേക്കും നല്ല മഴ നല്ല മഴ പെയ്യും പോവും, പിന്നെ മഴ പെയ്യും പോവും, അങ്ങനെയാണ് കേട്ടോ. സോ ഇത് രാവിലെ എണീറ്റ് മേലൊക്കെ കഴുകി ഇവിടെ ഒതുക്കാനൊക്കെ ഉണ്ടാവും. ഞാൻ നേരത്തെ കാണിച്ചൊന്നും കേട്ടോ, അത് ഞാൻ വെറുതെ ഒതുക്കി വെക്കണതാണ്. കുറേ പൊടിയൊക്കെ തുടച്ച് അത്രയും പൊടിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ കാണാം കേട്ടോ. ഇന്ന് മീനൊന്നും ആക്ച്വലി കഴിക്കാറില്ല ആരും അപ്പോൾ ഇന്ന് മീനൊന്നും ആരും കഴിക്കാറില്ല കേട്ടോ. അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അതൊന്നും വെജിറ്റേറിയൻ ഫുഡല്ല കഴിക്കുക. പക്ഷേ ഇന്നലെ വരെ വെജിറ്റേറിയൻ ആണ് നാളെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇന്ന് മീൻ വറുത്തിട്ടുണ്ട്, കൊഴുവ് വറുത്തിട്ടുണ്ട്. സോ അതും ചോറും വഴുതനങ്ങ, പിന്നെ ഇന്നലെ ഇടയ്ക്ക് മീൻകറി എന്തുണ്ട്, അങ്ങനെ എന്തൊക്കെയൊക്കെ അറിയുന്നത്. അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ, കഴിക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് എനിക്ക് ഫാൻ ഇടാതെയൊക്കെ വീഡിയോ എടുത്താൽ ശോകം. അല്ല വീഡിയോ ആക്ച്വലി ഞാൻ ഡേ ഇൻ മൈ ലൈഫ് അതൊന്നും ഇപ്പോൾ എടുക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ എടുത്താൽ തന്നെ ഓരോ നോയ്സ് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ എന്തായാലും വീട്ടിലാരെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ തട്ടൽ മുട്ടണ ഒച്ചയൊക്കെ കേൾക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അതൊന്നും ഇല്ലാതെ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ എടുക്കലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇപ്പോൾ 1K ആകാറായിട്ടുണ്ട് കേട്ടോ. 1Kക്ക് ഒരു ഗിവ് അവേ കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. കുഞ്ഞ് ഗിവ് അവേ, 1K അല്ല, ഒരു കുഞ്ഞ് ഗിവ് അവേ, ഒരു സാധനം 2 സാധനം അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ എങ്ങനെ ഗിവ് അവേ കൊടുക്കണം, എങ്ങനെ ആളെ സെലക്ട് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയും കേട്ടോ. എങ്ങനെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് എനിക്കുണ്ടല്ലോ നേഴ്സിനെ പോലെ ഫീൽ ചെയ്യണം ഗൈസ്. നിങ്ങളൊക്കെ എന്താ ബ്ലൂ കളർ നേഴ്സിനെ പോലെ ഉണ്ട്, നേഴ്സിനെ പോലെ ഇരിക്കണം കണ്ടോ. ഇത്ര വെച്ചിട്ട് നേഴ്സിനെ പോലെ തോന്നുന്നുണ്ട്. ഈ കോളറൊക്കെ കറക്റ്റ് നേഴ്സ്. അപ്പോൾ കഴിക്കാനായിട്ട് ചീര, കൊഴുവ വറുത്തത്, ഇത് ഇന്നലത്തെ കൊഴുവ മീൻ കറി, ഇത് വഴുതനങ്ങ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ. ഹലോ ഗൈസ്, നമുക്ക് കടയിൽ പോയിട്ട് കശുവണ്ടി വെച്ചിട്ട് മേടിക്കാം, പായസം ഉണ്ടാക്കും. അത് മാത്രം മേടിക്കാൻ മറന്നു. ഓക്കെ ലെറ്റ്സ് ഗോ. ഇങ്ങോട്ട് ആദ്യം തന്നെ എന്നിട്ടാണ് ഞാൻ ഇവിടെ കട ഉണ്ടായിട്ടാണ് ഞാൻ ഏറ്റവും 5 കിലോ അരി അവിടെ നിന്ന് ചുമന്നോണ്ട് വന്നത്. അത് തന്നെ ഞാൻ പറഞ്ഞത്, ഇവിടെ കട ഉണ്ടെന്ന് പറയുമ്പോൾ ചെന്ന് നോക്കണോ. ജസ്റ്റ് ഒരു വളവേ ഉള്ളൂ. പൊക്കത്ത് നോക്കുമ്പോൾ പോലും കണ്ടിട്ടില്ലല്ലോ. അതെൻ്റെ വീട്ടിലുള്ളത് ചന്ദ്രൻ നോക്കിയോ ഇതിൽ കാണാവില്ല. ഹലോ ഗൈസ്, എല്ലാവരും വീട്ടിൽ തറ കെട്ടണം, മറ്റേ കുരുത്തോലൊക്കെ ഇട്ടിട്ടുണ്ടാവും. അന്ന് കാണിച്ചു, ആ വീട് കാണിച്ചു. സൂം അവര് കട കാണിക്കണം. ഞാൻ കടയിലോട്ട് കയറണം. മതിയാ. കിച്ചീനെ പോലത്തെ ഒരു പൂച്ച. നമുക്ക് പച്ചക്കറി അരിയാട്ടെ ഇപ്പം രാത്രി. അപ്പം നമുക്ക് പച്ചക്കറി അരിയാം. ഇപ്പം രാത്രിയായി, അപ്പം നമുക്ക് പച്ചക്കറി അരിയാം. ഞാൻ അരിയണത് നാരങ്ങയാണ്, പിന്നെ മാങ്ങ അച്ചാറിടാൻ അരിയണം. നാരങ്ങ അച്ചാറിടാനാട്ടോ. അന്ന് തൃപ്പൂണിത്തുറമ്പഴത്തേക്ക് പോയപ്പോൾ ഒരു വെള്ള കളർ അച്ചാറില്ല, നിങ്ങൾ എല്ലാവരും നിന്നിരണം, വെള്ളമല്ല മഞ്ഞ മുളക് പൊടി ഇടാത്ത അച്ചാർ, അങ്ങനത്തെ ഒരു നാരങ്ങ അച്ചാർ കിട്ടി. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുണ്ടാക്കിയിട്ടില്ല, നമുക്ക് ടെസ്റ്റിംഗ് ആണ്, നല്ലതാവോ ഇല്ലേന്ന് അറിയും. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം കേട്ടോ. അതിന് ഒരു നാരങ്ങ മേടിച്ചിട്ടുണ്ട്, എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ട് ചീത്തയാവുമെന്ന് അറിയില്ല. സോ അതായിരിക്കും. അപ്പോൾ കുറച്ച് പച്ചക്കറി അരിയാനും അച്ചാറിടാനാട്ടോ ഞാൻ ഈ നാരങ്ങ അരിയാണ്. ഇതൊരു വലിയ നാരങ്ങ ഇട്ട്, ഇത് ഒരെണ്ണേ മേടിച്ചുള്ളൂ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കണം കേട്ടോ. ഈ മുളക് പൊടി ഇല്ലാത്ത അച്ചാർ യൂട്യൂബ് ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിനരിയാണ്. പിന്നെ നമ്മളിന്ന് ഒരു ഇച്ചിരി ചിപ്സ് വറുത്ത്, പിന്നെ ഉള്ളിക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തലേ ദിവസം കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കി വെക്കും, പക്ഷെ അത് തിന്നാൻ പാടില്ല കേട്ടോ.
ഇനി പച്ചമുളക് അരിഞ്ഞ് അത് ഉപ്പിട്ട് പെരട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കി അങ്ങനെ ഉണ്ടാക്കേണ്ടത്. സോ ഇനി വെളുത്തുള്ളി അരിഞ്ഞിട്ട് കുറച്ച് ഇടണം അതിൽ. അപ്പം അതിന് പിന്നെ ഇപ്പം നാരങ്ങ അരിഞ്ഞ് ക്ഷീണിച്ചു എൻ്റെ മകൻ കണ്ണല്ലേ. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം നാളെ. ഹായ് ഗൈസ്, നെക്സ്റ്റ് ഈസ് ഗാർലിക് വെളുത്തുള്ളി അരിയാം ഗൈസ്. ഓക്കെ, 2 വെളുത്തുള്ളി അച്ചാറിന് ശടപടയിൽ നിന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഓക്കെ ഗായ്സ്, ഇത്ര വെളുത്തുള്ളി ഞാൻ പൊളിച്ചു. ഇതാണ് ഗായ്സ് ഞാൻ അരിഞ്ഞു വെച്ച നാരങ്ങ, ഉപ്പും പച്ചമുളകും മാത്രം അരിഞ്ഞ് പെരട്ടി വെച്ചേക്കണം കേട്ടോ. പിന്നെ ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, മാങ്ങാച്ചാറ് ഇട്ടുണ്ടിരിക്കണു. ഇത് അവിയലിനുള്ളത്, ഇത് ഉള്ളിക്കറി വെച്ചിട്ടോ കണ്ടോ. ഓക്കെ, ഇനി എൻ്റെ മുഖം കാണിക്കോ ഇതിങ്ങനെ. ഹലോ ഗായ്സ്, ഇപ്പൊ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ചത് ഇതിൻ്റെ ഉള്ളിലിട്ട് ഇട്ട് വെക്കാട്ടോ, നാളെ എടുക്കാലോ. ഇപ്പൊ രാത്രി 12 മണി കഴിഞ്ഞിട്ട്. ഹാപ്പി ഓണം. ചിപ്സ് ഓർക്കണേണ്, ഇച്ചിരി ഉള്ളു കേട്ടോ, കൊഞ്ചം. ഇത് തുറന്നെടുത്ത് തിന്നാം. ഞാൻ ASMR കാണിച്ചരാട്ടോ, ഒച്ച മാത്രം കേട്ടോ കേട്ടോ. ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ, ഹാപ്പി ഓണം. രാവിലെ ആയിട്ട് ഒരു 8:30 എണീറ്റ് കേട്ടോ, 8:30 എണീറ്റ് അപ്പം അമ്പലത്തിൽ പോവാം. ഓക്കെ ഗൈസ്, 8:30 എണീറ്റ് അപ്പം അമ്പലത്തിൽ പോകാൻ റെഡിയാകും. ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം. എന്നിട്ട് നേരെ വെക്കുന്ന കുളിച്ച് റെഡി ആയിട്ട് അമ്പലത്തിൽ പോകാൻ പോകാട്ടോ. ഒരു 9:30 ആയിട്ടോ, ഇച്ചിരി വൈകി അമ്പലത്തിൽ പോകാറായപ്പോൾ. ഈ ചുരിദാർ എനിക്ക് നല്ല ലൂസാട്ടോ, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഷേപ്പ് ചെയ്ത് പിടിച്ചിട്ട് കാണിക്കുകയാണ്. ഇത് തൊട്ടടുത്തുള്ള ഒരു അമ്പലമാട്ടോ. അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് നേരെ വന്ന് നമ്മൾ ഇന്നലെ വീട്ടിലിടാൻ മേടിച്ച പുതിയ ഉടുപ്പില്ലേ, അത് ഇടാൻ പോവാൻ കേട്ടോ. ഇതാണ് ഒരു സ്കേർട്ടും ഒരു ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ല സുന്ദരി കുട്ടികളായിട്ട് ഓണത്തിന് നിൽക്കണം എന്നാണ് പണ്ട് തൊട്ടേ പറയുന്നത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഇടാം. പിന്നെ ഓണത്തിന് എന്തായാലും രാവിലെ ഇഡ്ഡലി സാമ്പാർ അല്ലെങ്കിൽ ദോശ സാമ്പാർ ആയിരിക്കുമല്ലോ എല്ലാവരുടെ വീട്ടിൽ. അത് തന്നെയാട്ടോ ഇവിടെ. ഉച്ചയായിട്ടോ നമ്മൾ ഈ ഇൻസ്റ്റൻറ്റ് പാലടയാണ് എടുക്കണേ, മിൽമയുടെ പ്രമോഷൻ ഒന്നും അല്ല. നമ്മളെപ്പോഴും അട മേടിച്ച് ഇങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് ഉള്ള പായസം അല്ല വെക്കാറ്. പക്ഷെ ഇപ്പൊ ഒരു ഹറിബറിയിൽ മേടിച്ചതാണ്. ഇത് മിൽമയുടെ ഇൻസ്റ്റന്റ് പാലട പായസം മിക്സ് ആണ്. പ്രമോഷനാണ് പ്രമോഷൻ വേണമെങ്കിൽ പ്രമോഷൻ തരാം. മിൽമയുടെ ഇൻസ്റ്റന്റ് പാലട മിക്സ് ആണ്. അപ്പൊ നമുക്ക് വെച്ചിട്ട് പായസം ഉണ്ടാക്കിയിട്ട് എങ്ങനെയാന്ന് നോക്കാം. പിന്നെ ഇത് നമ്മൾ മേടിക്കാൻ പുറത്തുണ്ട്. ഇന്നലെ കടയിൽ പോയില്ലേ, ആ വീഡിയോ ഞാൻ കാണിച്ചില്ലേ. അപ്പൊ ഇത് മേടിക്കാനായിട്ടാ പോയത്. അപ്പൊ ഇതും മേടിച്ചു. അപ്പൊ നമുക്ക് പായസം ഉണ്ടാക്കാം. ഞാനല്ല ഉണ്ടാക്കണത്, അപ്പം നമുക്ക് പായസം ഉണ്ടാക്കണം. അതും പറഞ്ഞ് ഞാൻ ആ വഴിക്ക് പോയിട്ട് പിന്നെ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ പായസം ഉണ്ടാക്കി നമ്മളത് സദ്യയൊക്കെ കഴിച്ചു. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ലൊരു പ്രത്യേകതരം വെയിലാതെ ഞാൻ വീഡിയോ എടുത്തു. അപ്പോൾ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആവണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.